ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ കൺസീൽഡ് ഫ്ലഷ്, അതായത് ഭിത്തിയുടെ അകത്ത് വയ്ക്കുന്ന ഫ്ലഷ് സിസ്റ്റം. അതായത് നമ്മൾ ക്ലോസറ്റിൻ്റെ സൈഡിലായിട്ട് ഫ്ലഷ് നമുക്ക് കാണാത്ത രീതിയിൽ ഭിത്തിയിൽ അകത്ത് വയ്ക്കുന്ന രീതിയിൽ അതിൻ്റെ ഹാഫ് ഫ്രെയിം കാര്യങ്ങളൊക്കെ എങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം, അതിൻ്റെ മെഷർമെൻറ്റ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ഡീറ്റെയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ജാഗോറിൻ്റെ കൺസീൽഡ് ഫ്ലഷ് ഭിത്തി തുറന്ന് അതിൻ്റെ അകത്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തുറന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നല്ല നീറ്റായിട്ട് അതിൻ്റെ ഫ്രെയിം കാര്യങ്ങൾ ഉറപ്പിക്കണം. അതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. നിങ്ങൾ ഈ കാണുന്നുണ്ടോ, ഏറ്റവും താഴെ കാണുന്ന 2 സ്ക്രൂകളുണ്ടാകും ഫ്രണ്ടിലേക്ക് തള്ളി നിൽക്കുന്നത്. അതിലാണ് നമ്മൾ ക്ലോസറ്റ് ഉറപ്പിക്കുന്നത്. അപ്പോൾ ഈ ക്ലോസറ്റിൻ്റെ മിനിമം ഹൈറ്റ് നമുക്ക് ഫിനിഷിംഗ് ലെവൽ, ക്ലോസറ്റിൻ്റെ ഏറ്റവും ഫിനിഷിംഗ് ലെവൽ നമുക്ക് 16 ഇഞ്ചിനും 17 ഇഞ്ചിനും ഇടയ്ക്കാണ് നമുക്ക് വരേണ്ടത്. അതായത് സീറ്റ് കവർ ഉൾപ്പെടെ വരുന്ന സമയത്ത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 18 ഇഞ്ചിന് മുകളിലേക്ക് ക്ലോസറ്റിൻ്റെ ഹൈറ്റ് വരാൻ പാടില്ല. അതായത് താഴെ നിന്ന് മുകളിലേക്ക് വരാൻ പാടില്ല. അപ്പോൾ അത് വേണ്ടിയിട്ട് നമ്മൾ ആ സ്ക്രൂവിൻ്റെ, അതായത് ക്ലോസറ്റ് നമ്മൾ പിടിപ്പിക്കുന്ന സ്ക്രൂവിൻ്റെ ഹൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു ഫ്ലോർ ലെവലിൽ നിന്നും, അതായത് ഫിനിഷിംഗ് ടൈൽ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഫിനിഷിംഗ് കിട്ടേണ്ടതിന് താഴെ ഏറ്റവും താഴെ മാർക്കിംഗ് കൊടുത്തതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചോക്ക് കൊണ്ട് മറച്ചിട്ടുണ്ട്. ഈ ലെവൽ വരെ നമുക്ക് 14 ഇഞ്ച് കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു 16 ഇഞ്ചിനും 17 ഇഞ്ചിനും ഇടയ്ക്ക് നമുക്ക് ഫിനിഷിംഗ് ക്ലോസറ്റ് കിട്ടും. അപ്പോൾ ഫ്ലഷ് കാര്യങ്ങൾ നമ്മൾ ഇതിലേക്ക് ഉറപ്പിച്ചതിന് ശേഷം കണ്ട നന്നായിട്ട് ഈ പറഞ്ഞ പോലെ പരിക്കൻ കാര്യങ്ങളെല്ലാം ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യണം. കാരണം വേറെ ഒന്നുമില്ല, നമ്മുടെ ക്ലോസറ്റ് ഇരിക്കുന്നത് ഈ ഫ്രെയിമിലായതുകൊണ്ട് ഫ്രെയിം കറക്റ്റായിട്ട് ഭിത്തിയിൽ നന്നായിട്ട് ഉറപ്പിച്ചിട്ടുണ്ടാവണം. കാരണം ഫുൾ വെയിറ്റ് വരുന്നത് നമ്മൾ കയറിയിരിക്കുമ്പോൾ, ക്ലോസറ്റിൽ നമ്മൾ കയറിയിരിക്കുമ്പോൾ ഫുൾ വെയിറ്റ് വരുന്നത് ഈ ഫ്രെയിമിലാണ്. ഈ ഫ്രെയിം ഭിത്തിയിൽ നന്നായിട്ട് ഉറപ്പിച്ചാൽ മാത്രമേ നമുക്കത് സേഫ്റ്റി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 14 ഇഞ്ചാണ് ഫ്ലോർ ലെവലിൽ നിന്നും അതിൻ്റെ ബോൾട്ട് ലെവൽ വരുന്ന 14 ഇഞ്ചിന് നമ്മൾ ഉറപ്പിച്ചു. അതിനുശേഷം പിന്നെ അതിലേക്ക് ഫ്ലഷിലേക്ക് സെപ്പറേറ്റ് കണക്ഷൻ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന നേരെ കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഏറ്റവും മുകളിലായിട്ട് ഫ്ലഷിലേക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു കൺസീൽഡ് ഫ്ലഷ് വാൽവ് കൂടി കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത്, അതായത് ഈ പറയുന്ന ഫ്ലഷിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങൾ, ഫുൾ ടൈം വെള്ളം പോയിട്ടിരിക്കുക, അങ്ങനെ ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകളൊക്കെ ഭാവിയിലേക്ക് വരുന്ന സമയത്ത് നമുക്കിത് ഫ്ലഷ് ഓഫ് ചെയ്തിടണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ ബാത്റൂം മൊത്തം ക്ലോസ് ചെയ്തിട്ട് മറ്റ് കാര്യങ്ങൾക്ക് ബാത്റൂം കുളിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വാഷ് ബേസിനോ കാര്യങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ മൊത്തം ക്ലോസ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഏരിയയിൽ മാത്രം ഫ്ലഷിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു കൺസീൽഡ് വാൽവ് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കും. അപ്പോൾ ആ ഫ്ലഷിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ, ഇനി എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങൾ നോക്കാൻ വരുമ്പോൾ നമുക്ക് വാൽവ് അടയ്ക്കുന്നതിന് ഈ മുകളിൽ കാണുന്ന വാൽവ് അടച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ആ ഫ്ലഷിൻ്റെ കാര്യങ്ങൾ ഓക്കെ, അതിലേക്കുള്ള വെള്ളത്തിൻ്റെ സപ്ലൈ ഓഫ് ആവും. അപ്പോൾ അങ്ങനെയും കൊടുത്ത് നമുക്ക് ഈ പറഞ്ഞ ലെവലിൽ സേഫ്റ്റി ആയിട്ട് ചെയ്യാൻ സാധിക്കും. പൊതുവേ കൺസീൽഡ് ഫ്ലഷുകൾക്ക് ആളുകൾ പറയുന്ന പോലെ അത്രയും കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല. ഒരു നോർമൽ ലെവലിലുള്ള കംപ്ലയിൻറ്റ്സേ ഉള്ളൂ, സാധാരണ ലെവലിൽ വരുന്ന കംപ്ലയിൻറ്റ്സേ ഉള്ളൂ. അത് വേറെ ഒന്നുമില്ല, നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ കരടോ കാര്യങ്ങളൊക്കെ ഓവറായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ കരട് കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിൻ്റെ ഫ്ലഷിൻ്റെ അടിയിലേക്ക് ഇരിക്കുന്ന സമയത്ത് വെള്ളം പോയിട്ടുണ്ട്. അല്ലാതെ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങൾ വളരെ കുറവാണ്. എന്നാൽ മാത്രമല്ല ഈ കാണുന്നത് നിങ്ങൾ കണ്ടോ, ആ വൈറ്റ് നമ്മൾ സ്വിച്ച് കൊടുക്കുന്ന അവിടെയാണ് വരുന്നത്. കാരണം നമ്മൾ കൺസീൽഡ് ഫ്ലഷിന് സ്വിച്ച് കൊടുക്കുന്ന അവിടെയാണ്. അതിലൂടെ സിമ്പിളായിട്ട് നമുക്ക് കൈയിട്ട് സിമ്പിളായിട്ട് അതിൻ്റെ വാൽവുകളും കാര്യങ്ങളെല്ലാം നമുക്ക് അതിലൂടെ ഊരിയെടുത്ത് വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാനും പറ്റുന്ന രീതിയിൽ തന്നെയാണ് കമ്പനികൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതോടുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.